മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നത്, നിനക്ക് ദൈവത്തെക്കുറിച്ച് എന്താണോ നിൻ്റെ കാഴ്ചപ്പാട്, അതാണ് നിൻ്റെ കൂടെയുള്ള മനുഷ്യരെക്കുറിച്ചും നിനക്ക് ഉണ്ടായിരിക്കുന്നത്. വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റീവ് അബൌട്ട് ഗോഡ്? ദാറ്റ് ഡിസൈഡ്സ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ ഫെല്ലോ ബീങ്സ്. ഈശോ പറഞ്ഞ എക്സാമ്പിള് സാബത്തിനെ കുറിച്ച്. ഒക്ടോബർ 7 നിങ്ങളെല്ലാവരും വാർത്തയിൽ വായിച്ചതാണ്. ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരർ ഇരച്ചു കയറി 1400 ഇസ്രായേലികളെ കൊന്നു. ഞാൻ ഈ 1400 1400 എന്ന് പറയുന്നത് എത്ര വലിയ നമ്പറാണെന്ന് ഞാൻ ഓർക്കുക. ഇത് നമ്മുടെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ പ്രദക്ഷിണത്തിന് ഒരുപാട് മനുഷ്യർ, നമ്മൾ നിയർലി 900 1000 ഇടയിൽ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ 1400 മനുഷ്യരെന്ന് പറഞ്ഞാൽ എത്രയോ വലിയൊരു എമൗണ്ട് ഓഫ് ആളുകളാണ്. അപ്പം ഈ ആളുകളെ കൊന്നപ്പം കൊല്ലുന്ന ആളുകളൊരു പ്രത്യേക ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ കൊല്ലുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് അബൌട്ട്, വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റീവ് അബൌട്ട് ഗോഡ്? ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ്? അതാണ് നിങ്ങളുടെ ഫെലോ ബീങ്ങിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടാവുള്ളൂ. ഇന്നത്തെ സെക്കൻഡ് റീഡിങ് ദൈവത്തെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് നമുക്ക് തരുന്ന റീഡിങ്ങാണ്. അത് സോളമൻ രാജാവ് ജെറൂസലം ദേവാലയം ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് സോളമൻ പറയുന്ന 2 സ്പെഷ്യൽ ഫീച്ചേഴ്സ്. സോളമൻ ചോദിക്കാണ്, ഗോഡ് ഹു ഈസ് ലൈക്ക് യു ഇൻ ഹെവൻ ഓർ ഓൺ എർത്ത്? നിന്നെപ്പോലെ ആരുണ്ട് ദൈവമേ? അപ്പോൾ നിന്നെപ്പോലെ ആരുണ്ടെന്ന് ചോദിക്കുമ്പം നിന്റെ പ്രത്യേകത എന്താണെന്നാണ് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത 2 കാര്യങ്ങളാണ് സോളമൻ പറയുന്നത്. ഒന്ന്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് കവനന്റ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് പ്രോമിസസ്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനാണ്. രണ്ടാമത്തെ കാര്യം, ഗോഡ്സ് ലവ് ഈസ് ഇറ്റേണൽ. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുകയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്നെ പോലെ ആരുണ്ട്? അതാണ് സോളമൻ രാജാവ് ചോദിക്കുന്ന ചോദ്യം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ദൈവത്തെക്കുറിച്ചുള്ള റൈറ്റ് പെർസെപ്ഷനാണ് നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ പെർസെപ്ഷനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ 2 ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് പ്രോമിസസ്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വിശ്വസ്തതയെ, ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ മക്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവരൊരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. അവരുടെ മറ്റീരിയൽ എവിഡൻസിനകത്തോ സയൻറ്റിഫിക് റിസർച്ചിനകത്തോ ദൈവമില്ല. പിന്നെ അവരെങ്ങനെ ഈ ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ മനസ്സിലാക്കും? അതവരുടെ അപ്പനെ അമ്മേനെ നോക്കിയിട്ടാണ്. അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സാണ് ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് ആയിട്ടുള്ള മനസ്സിലാക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹം വാർഷികം ആഘോഷിച്ച ഒരു ഫാമിലി കുർബാന കഴിഞ്ഞപ്പോൾ സാക്രിസ്റ്റിയിൽ, അച്ഛാ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടി വന്നു. അപ്പോൾ അവരും അവരുടെ മക്കളും ഉണ്ട്. അപ്പോൾ ഞാൻ വർത്താനമൊക്കെ പറഞ്ഞ് അവരെ കൺഗ്രാജുലേഷൻസ് ഒക്കെ അറിയിച്ചിട്ട് ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, നമുക്ക് അപ്പോൾ അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു, ഷാൽ വി പ്രേ ഫോർ യുവർ പേരൻസ്? അപ്പോൾ കൊച്ചുങ്ങൾ പറഞ്ഞു, ഓക്കെ ഫാദർ. അപ്പോൾ വാട്ട് ഷാൽ ഐ പ്രേ ഫോർ ദം? ഞാൻ അവർക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ കൊച്ചു കുറച്ചു നേരം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, സോ ദാറ്റ് ദേ മേ നോട്ട് ഗെറ്റ് ഡൈവോഴ്സ്ഡ്. ഞങ്ങളെല്ലാവരും പൊട്ടിച്ചിരിച്ചു. പക്ഷേ വലിയൊരു ഭാരമായിട്ട് എൻ്റെ മനസ്സിൽ വന്നു. ആ കൊച്ചെന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ആ കൊച്ചിൻ്റെ അമ്മയും അപ്പനും വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ട് ജീവിക്കുന്നൊരു ഫാമിലിയാണ്. പക്ഷേ ആ കൊച്ചിൻ്റെ സ്കൂളിൽ കേൾക്കുന്ന, കൊച്ചിൻ്റെ പിയേഴ്സ്, കൊച്ചിൻ്റെ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ പറഞ്ഞു കേൾക്കുന്ന കഥകൾ, സ്റ്റോറീസ്, ലൈഫ് സ്റ്റോറീസ്
അത് അൺഫെയ്ത്ത്ഫുൾനെസ്സിൻ്റെയാണ്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു ഹൃദയത്തിന് പോലും അത്രയും വലിയ വ്യാകുലത്തോടെ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ തോന്നിയത്. എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള റൈറ്റ് പെർസെപ്ഷൻ. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് പ്രോമിസസ്. മറിയ അതാ പറഞ്ഞേ, അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും ദൈവം ചെയ്ത വാഗ്ദാനം പാലിച്ചവനാണ് അവൻ. ദൈവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ഹിസ് ലവ് ഈസ് ഇറ്റേണൽ, ഇറ്റ്സ് എവർലാസ്റ്റിംഗ്. ഇപ്പോൾ ഒരു വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ സ്നേഹം ഇറ്റേണൽ ആകുന്നത്? നമുക്ക് എല്ലായ്പ്പോഴും സ്നേഹം എന്ന ഇമോഷൻസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനകത്ത് ദേഷ്യമുണ്ട്, വഴക്കുണ്ട്, പിണക്കമുണ്ട്, എല്ലാം ഉണ്ട്. ചിലപ്പോൾ 2 ദിവസം 3 ദിവസം മിണ്ടാതെ നടന്നിരിക്കും. പക്ഷേ ഈ ഇറ്റേണൽ ലവ് എങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മളിലൂടെ മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം ഉണ്ടെങ്കിലും അത് കഴിയുമ്പോൾ ഉള്ള സ്നേഹം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ബ്രിസ്ബനിൽ കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ കോൺഫറൻസിന് പോയത്. അപ്പോൾ അവിടെ 10-22 യങ് ടീച്ചേഴ്സ് ഉണ്ട്, വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ടീച്ചേഴ്സ്, ചെറുപ്പക്കാർ, നമ്മുടെ SMYM പ്രായത്തിലുള്ള ടീച്ചേഴ്സ്. എനിക്ക് അവരെക്കുറിച്ച് വളരെയധികം അഭിമാനം തോന്നി. അതിനിടയിൽ ഈ ഡിസ്കഷനിടയിൽ വാട്ട് ഈസ് ക്രിസ്ത്യൻ ഡേറ്റിംഗ് എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ ക്രിസ്ത്യൻ ഡേറ്റിങ്ങിനെ കുറിച്ച് ഡേറ്റിങ്ങിനെ കുറിച്ച് പേരൻസിൻ്റെ കൺസേൺസ് എല്ലാം പേരൻസായിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് എല്ലാം ഞാൻ അവരെ എല്ലാവരെയും ഫ്ലോറിലേക്ക് വിളിച്ചു. യു ഷെയർ യുവർ ഐഡിയാസ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന 104 പേർക്ക് അഭിമാനം തോന്നുന്ന രീതിയിൽ ആ മക്കളെല്ലാവരും പറഞ്ഞത് അവരുടെ ദ വിഷ് ഫോർ ദെയർ ചാസ്റ്റിറ്റി, ശുദ്ധതയോടുള്ള അവരുടെ സ്നേഹം. ഞങ്ങൾ സ്നേഹിക്കും, ഞങ്ങളൊരാളെ അടുത്തറിയാൻ ശ്രമിക്കും, പക്ഷേ വി കീപ് അവർ സെൽസ് ചേസ്റ്റ്. ഞങ്ങൾ വിശുദ്ധരായി ഞങ്ങളെ കാത്തു സൂക്ഷിക്കും. എവിടുന്നാണ് പിള്ളേർക്ക് കിട്ടിയത്? അതാണ് ഇന്നത്തെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. നിന്റെ കൽപ്പനകൾ പാലിച്ച് നിന്റെ വഴിയെ സഞ്ചരിക്കുന്നവർക്ക് നീ നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്താണെന്നറിയാമോ? നിന്റെ മക്കളിൽ ഒരുവൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കും, അവന് ഇറ്റേണൽ നിത്യമായൊരു സിംഹാസനം, ഇറ്റേണൽ ത്രോൺ അവന് നൽകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈ കുർബാനയെ ചോദിക്കേണ്ട കാര്യം, നമ്മുടെ ദൈവത്തിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇത്രയേ ഉള്ളൂ: എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ പോലെ എൻ്റെ കർത്താവിൻ്റെ വഴിയിൽ വ്യാപരിച്ച് എൻ്റെ കർത്താവിൻ്റെ പാതയിൽ എന്നും നടക്കുമെന്ന്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള റൈറ്റ് പെർസെപ്ഷൻ നമുക്ക് കീപ്പ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു പറഞ്ഞേ? ഗോഡ്സ് ലവ് ഈസ് ഇറ്റേണൽ. അതുകൊണ്ട് നിത്യമായ സ്നേഹം, നമ്മൾ മരിക്കുന്നത് വരെ നിലനിൽക്കുന്ന സ്നേഹം നമുക്ക് കാത്തു സൂക്ഷിക്കാം. കുടുംബങ്ങളിൽ പരസ്പരം വിശ്വസ്തരായിരിക്കാം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ പഠിക്കാനുള്ള പാഠപുസ്തകമായി മാറും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.